ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വെള്ള തുണിയില്ലേ, അതായത് ഇപ്പോൾ ഷർട്ടോ അല്ലെങ്കിൽ പെറ്റിക്കോട്ടോ എന്ത് തന്നെയാണെങ്കിലും നമുക്കത് വളരെ പെട്ടെന്ന് അതിൻ്റെ അഴുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മോൻ്റെ സോക്സ് ആണ് കേട്ടോ. നല്ല അഴുക്കാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി തിരുമെടുക്കണ്ടേ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബനിയനിലേക്ക് ആ ഫ്രണ്ട് ഭാഗത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഉള്ളിലേക്ക് കറയൊക്കെ ആക്കിയാണ് എല്ലാ ദിവസവും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മോളുടെ പെറ്റിക്കോട്ടാണെങ്കിലും ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വേർക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നന്നായിട്ട് ഇതുപോലെ മുഷിയും. പിന്നെ യൂണിഫോം ഷർട്ട്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് എങ്ങനെ ഇതിൻ്റെ കറ കളയാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ ചൂട് വെള്ളം വേണ്ട, നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ അലക്കുവാനായിട്ട് എടുക്കില്ലേ പച്ചവെള്ളം, അതാണ് എടുത്തിരിക്കുന്നത്. നല്ല വെള്ളം വേണം എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ സോപ്പ് പൊടി ഇത് നന്നായിട്ട് അങ്ങോട്ട് ഡൈല്യൂട്ട് ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിലുള്ള സോപ്പ് പൊടി ഇടുക. അപ്പോൾ സോപ്പ് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഇത്രയും തുണി തിരുമാനായിട്ട് എനിക്ക് ഇത്രയും വെള്ളം മതി. കുറേ അങ്ങോട്ട് വെള്ളം എടുത്ത് വെക്കരുത്, ആവശ്യത്തിന് വെള്ളം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചെമ്മിപ്പുളി എന്ന് പറയും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്മിപ്പുളി എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ പുളി എടുക്കുമ്പോൾ ഇതുപോലത്തെ പച്ച പുളി വേണം എടുക്കുവാനായിട്ട്. പഴുത്ത പുളി എടുക്കരുത് കേട്ടോ. പഴുത്ത പുളി മഞ്ഞ, അതായത് നല്ല തുടുത്തിരിക്കില്ലേ, അതിൻ്റെ നീരിൽ ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും ഇതുപോലത്തെ നല്ല പച്ചപ്പുളി വേണം എടുക്കുവാനായിട്ട്. അപ്പോൾ ഞാനപ്പോൾ ചെറുതായതുകൊണ്ട് ഇതുപോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരൊറ്റ പുളി മതി. ഇനി ഇതുപോലെ കൈ കൊണ്ടേ തിരുമുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നീര് വരും. ആ നീര് ഇതിലേക്ക് ഒന്ന് ഇടുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നീര് വരും. പുളിയിടരുത്, അതിൻ്റെ നീര് മാത്രം മതി. ഇപ്പോൾ പുളിയിൽ നിന്ന് നമുക്ക് നല്ലതായിട്ട് നീര് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ബക്കറ്റിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഈ പുളിയും കൂടി ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പതയും ആ നീരും എല്ലാ വെള്ളത്തിലും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ നല്ല പത വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തുണി ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുക്കി ഒരു 5 മിനിറ്റ് വെക്കണം. എന്നാലേ ഇതിൽ നിന്ന് നന്നായിട്ട് കറയെല്ലാം ഇളകിപ്പോയുള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ ഇതിങ്ങനെ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കറ കണ്ടില്ലേ, ഇളകില്ല. പക്ഷേ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരുമെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കറയൊക്കെ ഇളകി നല്ല പുതിയ തുണി പോലെ, പുത്തൻ തുണി പോലെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും 5 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ കറയൊക്കെ, അതായത് ആ അഴുക്കൊക്കെ ഇളകില്ലേ. അപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും വേറെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ബ്രഷില്ലേ, അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലക്കുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഇങ്ങനെ നിർക്കുക. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടലിലൊക്കെ എനിക്കത്ര യോജിപ്പില്ല. ഞാൻ എൻ്റെ മക്കളുടെ ഡ്രസ്സും ഹസ്ബൻഡിൻ്റെ നല്ല ഷർട്ടൊക്കെ ഒന്നും വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാറില്ല, പെട്ടെന്ന് ചീത്തായി പോകും. വീട്ടിലുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ അതിൽ ചെയ്തെടുക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന്, പിന്നെ കോളറിൻ്റെ ആ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരക്കുക. ഇതുപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ, ഇത് മോളുടെ ഷർട്ടാണ്, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് പറ്റുന്നറിയോ, ക്യാൻവാസ് ചെയ്തപ്പോഴേ പേന കൊണ്ടൊന്ന് വരച്ചായിരുന്നു. അപ്പോൾ പേനയുടെ പാട് ഇതുപോലെ തെളിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ജസ്റ്റ് ഇതുപോലെ ഈ ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കറ പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പോൾ ചെറുനാരങ്ങയിലും അല്ലെങ്കിൽ വിനാഗിരിയിലും വളരെ എഫക്റ്റീവാണ്. ഞാനിപ്പോൾ കാണിച്ച പുളിയില്ലേ, അതിൻ്റെ നീരെന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ശക്തിയായിട്ട് ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ആ അഴുക്കൊക്കെ അങ്ങോട്ട് ഇളകിപ്പോകും. പിന്നെ നമുക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടി മുക്കിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തേ. അപ്പോൾ ഇതിലും കൂടി ഒന്ന് മുക്കിയെടുത്തു. നമ്മുടെ ഷർട്ട് നന്നായിട്ട് ഇതുപോലെ വെളുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം മതി, അധിക സമയം വേണ്ട ഇതുപോലെ ഇത് തിരുമെടുക്കുവാനായിട്ട്. ഇങ്ങനെ നമുക്കിനി ബാക്കിയുള്ള ഓരോന്നും കൂടി ഇതുപോലെ കൈ കൊണ്ട് തിരുമെടുക്കാം, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടിട്ടാണ് അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സോപ്പ് വെള്ളം കണ്ടില്ലേ, സോപ്പ് വെള്ളമൊക്കെ മാറി നല്ല അഴുക്ക് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോക്സിൽ അഴുക്ക് കണ്ടോ, നല്ല അഴുക്കുള്ള സോക്സ് ആണ്. ഞാൻ ആദ്യമേ കാണിച്ചില്ലേ. ഇനി ഞാൻ ഇതൊന്നും കൂടി ഒന്ന് ശക്തിയായിട്ട് ഇതുപോലെ ഒന്ന് ഉരക്കാൻ പോകട്ടോ. സോക്സ് കുറച്ച് അഴുക്ക് കൂടുതലാണ്. നോക്കി സോക്സിൻ്റെ കളറ് പെട്ടെന്ന് അഴുക്കൊക്കെ ഇതുപോലെ
നമുക്ക് മാറിക്കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം, അതായത് ഇങ്ങനെ തിരുമിയതിന് ശേഷം ഇനി നല്ല വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ഇതുപോലെ തിരുമിയെടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പം ഞാനപ്പോൾ നന്നായിട്ട് തിരുമിയെടുത്തേ. ഇനി നമുക്കിതുപോലെ കളഞ്ഞ് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ആങ്കറിൽ ഇതുപോലെ തൂക്കി, വെയിലത്തിടണമെങ്കിൽ വെയിലത്തിടാം, വെള്ളയല്ലേ കളർ പോവില്ലല്ലോ. ഇല്ല, നമുക്ക് തണലത്തിട്ട് വേണമെങ്കിൽ തണലത്തിട്ടും നമുക്കിത് ഉണക്കിയെടുക്കാം. നല്ലതായിട്ട് നമുക്കിതുപോലെ പെട്ടെന്ന്, നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഇത് അഴുക്കൊക്കെ കളഞ്ഞ് നല്ല പുത്തം പോലെ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിലധികം ചിലവൊന്നും വരില്ലല്ലോ. സോപ്പ് പൊടി നമ്മൾ സ്പെഷ്യൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മളിതിൽ നാരങ്ങയ്ക്കും വിനീഗറിനൊക്കെ പകരം ചിലർ സോഡാപ്പൊടിയൊക്കെ ഇടാറുണ്ട്. സോഡാപ്പൊടിയൊക്കെ നമ്മൾ എപ്പോഴും ഇടണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അങ്ങ് ചീത്തായി പോകും. നമുക്ക് യൂണിഫോം ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് 2 വർഷമൊക്കെ ഉപയോഗിക്കേണ്ടതല്ലേ. ഇതാവുമ്പോൾ ഒരു കെമിക്കലും ഇല്ല, ഒരു കേടും ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇത് ഒരു ചെറിയൊരു പുളിക്കഷ്ണമല്ലേ, പുളിയുടെ നീരല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല, നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ കാണാം.